പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യൂറോപ്പിൽ നിന്ന് പ്രൈസ് ലോർഡ് സ്തോത്രം ചില മൈലുകൾ പോയി കഴിഞ്ഞാൽ ലൈബീരിയൻ പെനിൻസുലയ്ക്കും മെഡിറ്ററേനിയൻ കടലിനും അറ്റ്ലാന്റിക് ഓഷ്യന് സമീപത്തായിട്ടൊരു വലിയ പാറയുണ്ട്. ആ പാറയുടെ പേര് ജിബ്രാൾട്ടർ പാറ എന്നാണ്. There is a rock near the Mediterranean Peninsula. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ഒരുപക്ഷെ കഥ കേട്ട് കാണും. And you might have heard that story. വർഷങ്ങൾക്ക് മുമ്പ് അനേക കപ്പലിൽ കൂടെ ആളുകൾ ഇതിനപ്പുറത്തുകൂടെ ഒക്കെ പോകാൻ നോക്കിയപ്പോൾ ആ ഭാഗത്ത് ആ ജിബ്രാൾട്ടർ പാറയുടെ അടുത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര തിരമാലയും കാറ്റും അടിക്കുന്ന ഒരു സ്ഥലമാണ്. Because many sailors have gone through that place, and when you come near to that Gibraltar rock, there is a lot of waves and it's very hard to pass through. അനേകര് മരിപോയ സ്ഥലമാണ് അതിന് ചുറ്റുപാടും. Because it is a place where many people died. അവിടെ നിന്ന് അടിക്കുന്ന തിരമാലകളുടെ ശക്തി ഈ പാറയിൽ വന്ന് അടിച്ചിട്ട് അതിന് ചുറ്റുകൂടെ കടന്നു പോകുന്ന കപ്പലിലൊക്കെ, നമ്മൾ ഇന്നത് കാണുന്ന കപ്പലല്ല, അന്നത്തെ കാലത്തെ പായ്ക്കപ്പലോ മറ്റുള്ളതിലൊക്കെ വന്ന് വീണിട്ട് കപ്പലുകളൊക്കെ മുങ്ങിപ്പോകും. Because near that rock there be lot of waves hitting and many sailors have died. അങ്ങനെ അനേക ആളുകൾ മരിച്ച സ്ഥലം. And that's a place where many people died. ഇതിനൊരു പരിഹാരമാണല്ലോ. ആളുകൾ പലതും എക്സ്പ്ലോർ ചെയ്ത് പോകാൻ വേണ്ടി അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നത്. Because people were going through that to explore other places. എന്നാൽ ഈ കടലെന്ന ശാന്തമായ സമയത്ത്, but at the time when it was peaceful, ഒരു കപ്പിത്താൻ വന്നെല്ലാം നോക്കി. a captain came and looked. അവന് മനസ്സിലായി ഇതിനപ്പുറത്തൊരു കാര്യം ഇനിയില്ല. And he did not know that there was. അവൻ ആ പാറയിൽ കയറിയിട്ട് ഒരു വലിയ അക്ഷരത്തിൽ ഒരു കാര്യം എഴുതി വെച്ചു. And he wrote something on that rock. എഴുതി വെച്ച് ഇപ്രകാരമാണ്, നോ മോർ ബിയോണ്ട്. And that captain wrote there, no more beyond on that rock. ഇനി ആരും ഇതിനപ്പുറത്തോടൊന്നും പോയി നോക്കണ്ട, നീ മരിക്കേണ്ട കാര്യമില്ല. And the captain was saying to the people who are going to come behind him that do not look further. അങ്ങനെ ഇരിക്കുമ്പോൾ യൂറോപ്പിലെ ചക്രവർത്തികൾ വലിയ പീഡനങ്ങൾ ദൈവസഭയ്ക്കെതിരെ ആരംഭിക്കുകയുണ്ടായി. And then at that time we see that the emperors in Europe, they were persecuting the Christians. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളെല്ലാം ഈ യൂറോപ്പ് വിട്ടു പോകണമെന്നുള്ള ചക്രവർത്തിമാരുടെ കൽപ്പനകൾ കടന്നു. And the emperor started giving the rule that all the Protestant Christians have to go away. എല്ലാ യഹൂദന്മാരും ഈ യൂറോപ്പ് വിട്ടു പോയിക്കോണം. That all the Jews should go away. അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടും, അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഇവിടെ വിട്ടു പോകുക, അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടും എന്ന് പറയുകയുണ്ടായി. Either you leave this place or you will be killed. അങ്ങനെ നമ്മൾ പ്രശ്നങ്ങൾ രൂക്ഷമായി കടന്നപ്പോൾ ഒരു മനുഷ്യനൊരു കാര്യം തോന്നി, ഇതിനകത്ത് നിൽക്കാൻ ഒക്കത്തില്ല, ഇനി എന്തെങ്കിലും സ്റ്റെപ്പുകൾ എടുത്തേ ഒക്കത്തുള്ളൂ. And at that time there was a person who understood this, and he is thinking that I have to take the next step. ചുറ്റും കടലാണ്. He is looking everywhere on the sea. ഒരു മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടു. And one man started to go. അവനോടൊപ്പം ചില ആളുകൾ ഇറങ്ങി പുറപ്പെട്ടു. And with him and some other people. അവനൊരു കാര്യം മനസ്സിലായി, ഈ കടലിനപ്പുറത്ത്, ഈ ഓഷ്യനപ്പുറത്ത് ഒരു കരയുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. And somehow they understood that there is a place beyond this ocean. എന്നിട്ട് അവൻ തിരിച്ചു വന്നിട്ട് ജിബ്രാൾട്ടർ പാറയുടെ പുറത്ത് കയറിയിട്ട് അവൻ ഒരു കാര്യം അവിടെ എഴുതി വെച്ചു. And then he came to the rock of Gibraltar and he wrote. ഈ എഴുതി വെച്ചിരിക്കുന്ന നോ മോർ ബിയോണ്ട് അവിടെ ഈ നോ അങ്ങ് വെട്ടിക്കളഞ്ഞു. And that no more beyond, he just strike that no word. അടുത്ത എഴുതി വെച്ചേക്കുന്നത് കാണുന്ന ഇപ്രകാരമാണ്, മോർ ബിയോണ്ട്. അതിനടിയിൽ എഴുതി വെച്ചു, മോർ ബിയോണ്ട് ക്രിസ്റ്റഫർ കൊളംബസ്. And he just wrote there, more beyond. Below that he wrote his name, Christopher. Oh hallelujah, praise the Lord, hallelujah. നോർത്ത് അമേരിക്ക എന്ന രാജ്യത്തെ കണ്ടുപിടിക്കുവാൻ, praise the Lord, hallelujah, യൂറോപ്പിലെങ്ങും ചക്രവർത്തിമാരെ ദൈവം എഴുന്നേൽപ്പിച്ചപ്പോൾ ഒരുത്തന് തോന്നി ഇത് ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല, ഇതിനപ്പുറത്തേക്ക് പോകുവാൻ ചില കാര്യങ്ങൾ ദൈവം ഒരുക്കിയാണ്. അവൻ ഇറങ്ങി തിരിച്ചു, നോ എന്ന് പറഞ്ഞ സാധനം വെട്ടിട്ട് പറയുകയാണ്, മോർ ബിയോണ്ട്, ഇതിനപ്പുറത്ത് പോകുവാൻ എനിക്ക് കഴിയുമെന്നുള്ള കാര്യം അവൻ പ്രൂവ് ചെയ്യുണ്ടായി. When other people thought that there was no more beyond, no more places beyond that, Christopher had this thought and he decided to go further. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ എനിക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. ആര് പറയുന്നു ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു ദൈവമുണ്ട്, അവന് പ്രവർത്തിപ്പാൻ കഴിയും, അവന്റെ കരം കുറുതായി പോയിട്ടില്ല. ഹല്ലേലൂയ. ആ ജയിലരോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ എന്തു ചെയ്യണം? നീ നിന്നെ തന്നെ നശിപ്പിക്കുകയല്ല, നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരുടെ മേൽ, ഓ ഹല്ലേലൂയ, ചിലത് പറയുകയാണ്, ഞാൻ ഇതിനപ്പുറത്തേക്ക് പോകുവാൻ എനിക്ക് കഴിയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരോട് പറയുന്നുണ്ട്, യെസ്, ഐ ആം ദ ഗോഡ്, ഐ വിൽ ബി വിത്ത് യു, യു ക്യാൻ ഗോ മോർ ബിയോണ്ട് ദാൻ ദിസ് വൺ. Amen. Can believe that our God is the God who works beyond our imagination, and he will work wonders for those who believe in him. ആ ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. That is the God who we worship.